ഇക്കോ ഉമ്മാനും ബാപ്പാനും വലിച്ചെറിഞ്ഞു പോരുതട്ടാ. എന്നേക്കു ശാപാണടാ. നീ വളരൂല. മാത്രം മക്കളെ കൊണ്ട് നീ അനുഭവിക്കും. നീ സൂക്ഷിക്കണം. അത് ഉമ്മാനെ വലിച്ചെറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളി, എവിടെ പോയി താമസിച്ചോളി. ഉമ്മാനെ വലിച്ചെറിയത്, ഉപ്പാനെയും വലിച്ചെറിയത്. ഞാൻ അത്രേ നിങ്ങളോട് പറയുന്നുള്ളൂ. വലിച്ചെറിഞ്ഞു പോയാൽ ശരിക്ക് 10 ഇരട്ടി മക്കളെ കൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ മരിക്കേണ്ടി വരും. ഇത് കളിയൊന്നുമല്ല. ഇന്നല്ലാഹ ലയുഅജ്ജിലു. ദീൻ പഠിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ചിലതൊക്കെ ആഖിറത്തിലേക്ക് നീട്ടിവെക്കും. ഉമ്മയൊക്കെ ഒരു തുള്ളി കണ്ണീരൊടിക്കട്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. അത് എന്നിട്ടേ മരിക്കൂ. ആരെ കൊണ്ട്? നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ. ഞാൻ എൻ്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെ കൊണ്ട് 100 ഇരട്ടി കരയിപ്പിച്ചിട്ടേ എന്നെ മരിപ്പിക്കൂന്ന. അത് ചെറിയ വിഷയമൊന്നല്ല. അനുഭവിക്കും നമ്മള്. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ആമീൻ പൊന്തുന്നില്ല. ഇതിന്റെ ആമീൻ അള്ളാഹു കാക്കട്ടെ. ഞാൻ പറയുന്നതേ, ഈ ചെക്കൻ നോക്കി നിങ്ങള് കല്യാണം കഴിച്ചിട്ട് പെണ്ണെന്തോ പറഞ്ഞപ്പോഴേക്കും നേരെ വിട്ടൂന്ന്. മാറ്റടി, ഡ്രസ് എടുക്ക്, ബാഗ് എടുക്കുന്നവർ കൊണ്ടുപോയിന്ന് ഭാര്യ വീട്ടില്. നമ്മുടെ മഞ്ചേരി റിസോർത്തുമ്പോളാ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴേക്കും അമ്മായിമണ്ടല്ല, അമ്മായിമ്മക്ക് നിധി കിട്ടിയ പോലെ അമ്മായിമ്മ നേരെ ഗൾഫിലെ മോനക്ക് വിളിച്ചിട്ട്, മോനെ അളിയൻ ഇപ്പൊ നമ്മളെ വീട്ടിലാണ്, അളിയൻക്കൊരു വിസ കൊണ്ടുവരേണ്ടി. അളിയൻ വിസ എന്ന് പറയുന്ന വിസ കേട്ടിട്ടുണ്ടാച്ചാരെ. ആ വിസ വന്നതും ഈ ചെക്കൻ ഗൾഫ് പോയിന്ന്. ഈ ചെറുപ്പക്കാരൻ ആ വിസ ഷെയ്ത്താൻ വിസ എന്ന് തമാശ പറഞ്ഞല്ല. ഇവൻ ഗൾഫിൽ പോയി. അയൽവാസികൾ വന്നിട്ട്, ഞാൻ പച്ചയിൽ പറയട്ടെ, നമ്മളെ മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞോട്ടെ, ഈ അയൽവാസികൾ വന്നിട്ട് ഈ തള്ളയോട്, ഈ ചെക്കന്റെ ഉമ്മാനോട് പറയും, ഞങ്ങളെ മോൻ ഇന്നലെ ഗൾഫ് പോയി, നിങ്ങൾ അറിഞ്ഞില്ലേ?